ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 3. ആധികാരികവും ദുർബലവും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. യാക്കോബിന്റെ ലേഖനം 5 അധ്യായം 16 സഭയിലെ ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചു. ഹേയ് പോഫാങ്, ഈ മാസത്തെ കെയർ ഗ്രൂപ്പ് മീറ്റിംഗിൽ യാക്കോബ് 5 അധ്യായം 16 പറയുന്നത് ചെയ്യാൻ എല്ലാവരെയും നമുക്ക് പ്രേരിപ്പിക്കാം. നമുക്ക് വിശ്വാസത്തിൻ്റെയും രഹസ്യം സൂക്ഷിക്കുന്നതിൻ്റെയും സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പോരാട്ടത്തിൻ്റെ ഒരു മേഖല പങ്കിടാനും പരസ്പരം പ്രാർത്ഥിക്കാനും കഴിയും. ഒരു നിമിഷത്തേക്ക് എങ്ങനെ മറുപടി പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങളുടെ ചെറിയ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് വർഷങ്ങളായി പരസ്പരം അറിയാമെങ്കിലും ഞങ്ങളുടെ എല്ലാ വേദനകളും പോരാട്ടങ്ങളും ഞങ്ങൾ ഒരിക്കലും പരസ്പരം തുറന്നു പറഞ്ഞിരുന്നില്ല. എല്ലാറ്റിനും ഉപരി ദുർബലരാകുന്നത് ഭയങ്കരമാണ്. എന്നാൽ സത്യത്തിൽ നാം എല്ലാവരും പാപികളാണ്. നാം എല്ലാവരും പോരാട്ടം അനുഭവിക്കുന്നു. നമുക്കെല്ലാവർക്കും യേശുവിനെ വേണം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയെക്കുറിച്ചും ക്രിസ്തുവിലുള്ള നമ്മുടെ ആശ്രയത്വത്തെക്കുറിച്ചും ഉള്ള ആധികാരിക സംഭാഷണങ്ങൾക്ക് അവനിൽ ആശ്രയിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാർഗമുണ്ട്. യേശുവിനോടൊപ്പം പ്രശ്നരഹിതമായ ജീവിതമാണെന്ന് നടിക്കുന്നത് നിർത്താം. അതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു, അതെ, അത് ചെയ്യാം. തുടക്കത്തിൽ അത് അസഹനീയമായിരുന്നു. എന്നാൽ ഒരാൾ തുറന്ന് പങ്കുവച്ചപ്പോൾ മറ്റൊരാൾ ഉടൻ തന്നെ പിന്തുടർന്നു. ചിലർ മൗനം പാലിച്ചെങ്കിലും അവർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ആരെയും സമ്മർദ്ദത്തിലാക്കിയില്ല. യാക്കോബ് 5:16 രണ്ടാം ഭാഗം ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവീൻ എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ സമയം അവസാനിപ്പിച്ചത്. യേശുവിലുള്ള വിശ്വാസികളുമായുള്ള കൂട്ടായ്മയുടെ ഭംഗി അന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ക്രിസ്തുവിലുള്ള നമ്മുടെ പൊതുവായ വിശ്വാസം നിമിത്തം നമുക്ക് പരസ്പരം ദുർബലരാക്കുകയും നമ്മുടെ ബലഹീനതകളും പോരാട്ടങ്ങളിലും നമ്മെ സഹായിക്കാൻ അവനിലും മറ്റുള്ളവരിലും ആശ്രയിക്കുകയും ചെയ്യാം. ചിന്തിക്കുക, വിവേചന ബുദ്ധിയുള്ളവരായിരുന്നു കൊണ്ട് നിങ്ങളുടെ സഭാ സമൂഹത്തിൽ കൂടുതൽ ആധികാരികമായ പങ്കുവയ്ക്കൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ പോരാട്ടങ്ങൾ ആരുമായി പങ്കിടാനാകും? ദൈവത്തിന് മഹത്വം.